Hello, welcome to a new video. Today we are going to continue the second module of town plan. Traffic management. Traffic management is a science by itself and it includes the study of regulations for traffic, flow of traffic at junctions, parking areas, traffic survey, engineering elements of road system affecting traffic operation, improvement of traffic facilities in existing towns, etc. അതായത് ട്രാഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റെഗുലേഷൻസ് ഫോർ ട്രാഫിക്, ദെൻ ഫ്ലോ ഓഫ് ട്രാഫിക് അറ്റ് ജംഗ്ഷൻസിലുള്ള ട്രാഫിക്കിൻ്റെ ഫ്ലോ, അതുപോലെ പാർക്കിംഗ് ഏരിയാസ്, ട്രാഫിക് സർവേകൾ, എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ് ഓഫ് റോഡ് സിസ്റ്റം അഫക്റ്റിംഗ് ട്രാഫിക് ഓപ്പറേഷൻ. എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ റോഡ് ഗ്രേഡിയൻസ്, ക്യാമ്പർ, അതുപോലെ സൂപ്പർ എലിവേഷൻസ്, അതൊക്കെ വരുന്നതാണ് എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ്. ദെൻ റോഡ് വേ വിഡ്ത്തുകൾ, ഓക്കെ. പിന്നെ ദെൻ എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് റോഡ് ഫെസിലിറ്റീസ് ഇൻ എക്സിസ്റ്റിംഗ് ടൗൺസ്. അതായത് റോഡ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ സിഗ്നലിങ്, അതുപോലെ പെഡസ്ട്രിയൻ വാക്ക് വേസ്, ക്രോസിങ്സ്, അതൊക്കെ ട്രാഫിക് ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ ഇതൊക്കെയാണ് ട്രാഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാഫിക് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് റെഗുലേഷൻസ് ഫോർ ട്രാഫിക്. ട്രാഫിക് റെഗുലേറ്റ് ചെയ്യാനുള്ള സ്റ്റഡികൾ നടത്തുക, അതുപോലെ ട്രാഫിക് ഫ്ലോ അറ്റ് ജംഗ്ഷൻസിലൊക്കെയുള്ള ട്രാഫിക് ഫ്ലോനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, അതുപോലെ പാർക്കിംഗ് ഏരിയാസ്, ട്രാഫിക് സർവേകൾ, അതിനെക്കുറിച്ചുള്ളൊക്കെ സ്റ്റഡി. ദെൻ എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ് ഓഫ് റോഡ് സിസ്റ്റം അഫക്റ്റിംഗ് ട്രാഫിക് ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് എലമെൻറ്റ്സ് ഓഫ് റോഡ്, അതിനെക്കുറിച്ചുള്ളൊക്കെ സ്റ്റഡികൾ. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക് ഫെസിലിറ്റീസ് ഇൻ എക്സിസ്റ്റിംഗ് ടൗണുകളിലുള്ള ട്രാഫിക് ഫെസിലിറ്റീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് ട്രാഫിക് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then what are the objects of traffic management? We can see one by one. First one, to achieve smooth and easy way of traffic at intersections. ഇൻ്റർസെക്ഷൻസിലൊക്കെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ട്രാഫിക് അച്ചീവ് ചെയ്യുക. ദെൻ ടു ഡെവലപ്പ് ദ മെത്തേഡ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ജനറൽ ആൻഡ് സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ പെർട്ടിക്കുലർ. അതായത് റോഡ് വേ ഉണ്ടാകുന്ന പെർട്ടിക്കുലർ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക, അതുപോലെ അതിൻ്റെ മെത്തേഡുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ അതായത് എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രാഫിക് പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സോൾവ് ചെയ്യുക. അതൊക്കെ നമ്മൾ ട്രാഫിക് മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. ദെൻ ടു ഹാവ് സേഫ് കൺവീനിയൻറ്റ് ആൻഡ് കംഫർട്ട് റാപ്പിഡ് ആൻഡ് എക്കണോമിക് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് പേഴ്സൺസിൻ്റെ സേഫായിട്ടുള്ള കൺവീനിയൻറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് പേഴ്സൺസ് that should be safe, convenient and comfort. Then to improve the speed of vehiclesനെ ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ഇൻക്രീസ് ഓഫ് ട്രാഫിക് കപ്പാസിറ്റി ഓഫ് റോഡ്സ്, ട്രാഫിക് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് റോഡ് ഇൻക്രീസ് ചെയ്യുക. പ്രോപ്പറായിട്ട് ട്രാഫിക് മാനേജ്മെൻറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് കപ്പാസിറ്റി ഓഫ് റോഡ്സ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതുപോലെ ടു മേക്ക് ദ സ്ട്രീറ്റ് സേഫ് ഫോർ മൂവ്മെൻറ്റ് ഫോർ ബോത്ത് പെഡസ്ട്രിയൻസ് ആൻഡ് വെഹിക്കിൾസ്, പെഡസ്ട്രിയൻസിനും വെഹിക്കിൾസിനും സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ടു റെഡ്യൂസ് ദ ഡിലേസ്, ടു റെഡ്യൂസ് ട്രാഫിക് കൺജഷൻ ആൻഡ് ടു റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ് ടു എ മിനിമം. അതായത് ഡിലേ ആൻഡ് കൺജഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യുക. ദെൻ റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ മിനിമൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്ജക്ട്സ് ഓഫ് ട്രാഫിക് മാനേജ്മെൻറ്റ്. നമ്മൾ ട്രാഫിക് മാനേജ്മെൻറ്റ് എന്തിനൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. ദെൻ ടു അച്ചീവ്, നമ്മൾ എന്തിനാണ് ട്രാഫിക് മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇതൊക്കെ. Then to achieve smooth and easy way of traffic at intersections, to develop the methods for improvement in general and solving the specific problems in particular, to have safe, convenient, comfort, rapid and economic transport of goods and persons, to improve the speed of vehicles, to increase the traffic carrying capacity of roads, to make the street safe for movement for both pedestrians and vehicles, to reduce delays, to reduce the road accidents to a minimum, to reduce the traffic congestion. ഇത്രയാണ് ഒബ്ജക്ട്സ് ഓഫ് ട്രാഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ട്രാഫിക് സർവേസ്. ട്രാഫിക് സർവേസ് ആർ കണ്ടക്റ്റഡ് ഫോർ കളക്ടിങ് നെസസറി ഡാറ്റ ഇൻ കണക്ഷൻ വിത്ത് ദി ട്രാഫിക് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ റോഡ് സിസ്റ്റം. അതായത് നമ്മളൊരു
റോഡിലുള്ള നെസസറി ഡാറ്റകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്രാഫിക് സർവേയിൽ. ആ റോഡിലുള്ള ദെൻ ട്രാഫിക് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ റോഡ് സിസ്റ്റം, അതിനായിട്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള നെസസറി ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ട്രാഫിക് സർവേ എന്ന് പറയാം. അതായത് ഒരു റോഡിലുള്ള ട്രാഫിക് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ റോഡ്, അതിനെക്കുറിച്ചുള്ള നെസസറി ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാഫിക് സർവേ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ടിപ്പിക്കൽ പ്രൊഫോമ ടു ബി ഫിൽഡ് അപ്പ് ഡ്യൂറിങ് ട്രാഫിക് സർവേ ഈസ് ഫ്രെയിംഡ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫോമ ഫ്രെയിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രാഫിക് സർവേൻ്റെ ടൈമിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രൊഫോമ ഫ്രെയിം ചെയ്തെടുക്കും. പ്രൊഫോമ എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് വേരിയേഷൻസ് ഓഫ് ട്രാഫിക്, വോളിയൂം ഓഫ് ട്രാഫിക്, സ്പീഡ് ഓഫ് വെഹിക്കിൾസ്, ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ട്രാഫിക് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫോമയാണ് ഫസ്റ്റ് ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എലോങ് ദ റോഡ് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് പോയിന്റുകൾ സെലക്ട് ചെയ്യും. നമുക്ക് ട്രാഫിക് സർവേകൾക്ക് വേണ്ടി കൗണ്ടുകൾ എടുക്കാനുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. എലോങ് ദ റോഡ് നമുക്ക് കുറച്ച് പോയിന്റുകൾ സെലക്ട് ചെയ്യും. ദെൻ ട്രാഫിക് കൗണ്ട്സ് അറ്റ് ദീസ് പോയിന്റ്സ് ആർ ടേക്കൺ. ദെൻ ഈച്ച് കൗണ്ട് ഈസ് എക്സ്റ്റെൻഡഡ് ഫോർ റീസണബിളി ലോങ് പീരിയഡ്സ്, യൂഷ്വലി എ വീക്ക്. അതായത് കൗണ്ട്സ് എക്സ്റ്റെൻഡ് ചെയ്യും റീസണബിളി ഒരു വീക്കിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൗണ്ടുകൾ എടുക്കുന്നത്. ദെൻ ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് റോഡുകളാകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കൗണ്ട് എടുക്കും ഫോർ അപ്പ് ആൻഡ് ഡൗൺസ് ഓഫ് ട്രാഫിക്. ദെൻ ഇപ്പോൾ ട്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദ റോഡിനേറ്റും റോഡ് അതുമായി ബന്ധപ്പെട്ടുള്ള നെസസറി ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാഫിക് സർവേ എന്ന് പറയുക. അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഫോമ ഫ്രെയിം ചെയ്തെടുക്കും. അതിലുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ട്രാഫിക്, ദെൻ വോളിയൂം ഓഫ് ട്രാഫിക്, സ്പീഡ് ഓഫ് വെഹിക്കിൾസ്, ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് വെഹിക്കിൾസ്. അതായത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഫോമ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഫിൽഡ് അപ്പ് ബൈ ഡ്യൂറിങ് ദി സർവേ. സർവേൻ്റെ ടൈമിൽ ഫിൽഡ് അപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രൊഫോമയാണ്. അതിൽ അത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ കൺവീനിയൻറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് അലോങ് ദ റോഡ് ആർ സെലക്റ്റഡ്. അലോങ് ദ റോഡിൽ നമുക്ക് കൺവീനിയൻറ്റ് പോയിന്റുകൾ സെലക്ട് ചെയ്യും. ആ പോയിന്റുകളിലുള്ള ട്രാഫിക് കൗണ്ടുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാഫിക് സർവേ എന്ന് പറയുന്നത്. ദെൻ യൂസസ് ഓഫ് ട്രാഫിക് സർവേസ് ടു സജസ്റ്റ് സ്യൂട്ടബിൾ റെമഡീസ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് റോഡ്. നമ്മൾ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് റോഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള റെമഡികൾ സജസ്റ്റ് ചെയ്യുക. ഈ ഒരു ട്രാഫിക് സർവേ എന്നുള്ള ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം സ്യൂട്ടബിൾ റെമഡീസ് സജസ്റ്റ് ചെയ്യാൻ കഴിയും ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് റോഡ്. ദെൻ സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ ടു പ്രിപ്പയർ ടൗൺ പ്ലാനിങ് സ്കീംസ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ട്രാഫിക് റിക്വയർമെൻറ്റ്സ്. ട്രാഫിക് റിക്വയർമെൻറ്റ്സിനൊക്കെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലൊരു ടൗൺ പ്ലാനിങ് സ്കീമുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് കളക്റ്റഡ് ഡ്യൂറിങ് സർവേസ് ആർ യൂസ്ഡ് ടു ഡിസൈഡ് ലൊക്കേഷൻസ് ഓഫ് സിഗ്നൽസ് ആൻഡ് അതർ കൺട്രോളിംഗ് ഡിവൈസസ് ഓൺ ദ റോഡ്. റോഡിലുള്ള കൺട്രോളിംഗ് ഡിവൈസസുകൾ, അതുപോലെ ട്രാഫിക് സിഗ്നൽ ഉണ്ടാകും, അതുപോലെ വേറെയും കുറേ കൺട്രോളിംഗ് ഡിവൈസസ് ഉണ്ടാകും. അതിൻ്റെയൊക്കെ ലൊക്കേഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു കളക്റ്റഡ് ഡാറ്റയിൽ നിന്ന് നമുക്ക് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും. അതായത് ട്രാഫിക് സർവേ എന്നുള്ള ഡാറ്റകൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോളിംഗ് ഡിവൈസുകളുടെയൊക്കെ ലൊക്കേഷനുകൾ ഫിക്സ് ചെയ്യാൻ കഴിയും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാഫിക് സിഗ്നലുകൾ, അതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡാറ്റകൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ദെൻ ഫോർത്ത് യൂസ് എന്ന് പറഞ്ഞാൽ ദ എക്കണോമിക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റോഡ് ക്യാൻ ബി വർക്ക്ഡ് ഔട്ട് വിത്ത് റീസണബിൾ ആക്യുറസി. അതായത് നമുക്ക് ആ റോഡിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഡാറ്റകൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്റ്റഡ് ഡ്യൂറിങ് ദ സർവേ ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് മാപ്സ്, ചാർട്ട്സ് ആൻഡ് ടേബിൾസ്. ആ ഡാറ്റകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാപ്പുകൾ, ചാർട്ടുകൾ ആൻഡ് ടേബിൾസ് അതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ കഴിയും ആ ഒരു റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ദെൻ ലാസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, തിക്നെസ്, ഗ്രേഡിയൻറ്റ് ആൻഡ് അലൈൻമെൻറ്റ് ഓഫ് റോഡ് ക്യാൻ ബി ഡിസൈൻ ടു മീറ്റ് ദി എക്സ്പെക്റ്റഡ് ട്രാഫിക് വോളിയം. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ട്രാഫിക് വോളിയം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിഡ്ത്ത്, തിക്നെസ്, ഗ്രേഡിയൻറ്റ് ആൻഡ് അലൈൻമെൻറ്റ് അതൊക്കെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതായത് width, thickness, gradient and alignment of road can be designed to meet expected traffic volume. So these are the uses of traffic surveys. Next topic is
traffic congestion. During the peak hours of the day, there will be overcrowding of road. Such condition is called a traffic congestion. അതായത് പീക്ക് അവേഴ്സിലുണ്ടാകുന്ന ഓവർ ക്രൗഡിങ് ഓഫ് റോഡ്സ് അതാണ് നമ്മൾ ട്രാഫിക് കൺജഷൻ എന്ന് പറയുന്നത്. The main causes are, first one, the factors like faulty intersections, narrowness of roads, steep curves and gradients, poor condition of vehicles using the road, etc. also contribute to the occurrence of traffic congestion. അതായത് ട്രാഫിക് കൺജഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? faulty intersections, narrowness of roads, steep curves and gradients, poor condition of vehicles using the road, etc. contribute to the occurrence of traffic congestion. Second point എന്ന് പറഞ്ഞാൽ the faulty parking of vehicles and physical encroachment on the road are not handled severely. അതായത് ഫോൾട്ടി പാർക്കിങ് അതുപോലെ ഫിസിക്കൽ എൻക്രോച്ച്മെൻറ്റ് ഓൺ ദി റോഡ്സ് അതൊന്നും ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് കൺജഷന് കാരണമാവും. അത് റോങ് ആയിട്ട് പാർക്ക് ചെയ്യുക, അതുപോലെ റോഡിലേക്ക് എൻക്രോച്ച് ചെയ്തുകൊണ്ടുള്ള ഫിസിക്കൽ എൻക്രോച്ച്മെൻറ്റ് ഓഫ് റോഡ് അതൊക്കെ നോട്ട് ഹാൻഡിൽഡ് സിവിയർലി ദാറ്റ് വിൽ കോസ് ദി ട്രാഫിക് കൺജഷൻ. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ആർ ഇൻ ദ കോൺഫ്ലിക്റ്റിംഗ് ഡയറക്ഷൻസ്. കോൺഫ്ലിക്റ്റിംഗ് ഡയറക്ഷൻസിൽ വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ അലോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കോസ് ട്രാഫിക് കൺജഷൻ. ദെൻ ദർ ഈസ് ആബ്സെൻസ് ഓഫ് സിവിക് സെൻസ് ആൻഡ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈസ് നോട്ട് ക്യാരിഡ് ഔട്ട്. അതായത് ട്രാഫിക് റൂൾസും ട്രാഫിക് റെഗുലേഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോസ് ട്രാഫിക് കൺജഷൻ. സോ ട്രാഫിക് കൺജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് അവേഴ്സിലുണ്ടാകുന്ന റോഡിൻ്റെ ഓവർ ക്രൗഡിങ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രാഫിക് കൺജഷൻ. ദെൻ ട്രാഫിക് കൺജഷന് മെയിൻ കോസുകളാണ് പറഞ്ഞത്. അതിലൊരു കോസും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് സിംഗിൾ യൂസ് സ്ട്രീറ്റ്സ് ആർ ഓക്യുപ്പൈഡ് ബൈ ഓൾ ടൈപ്പ് ഓഫ് ട്രാഫിക് ലൈക്ക് സ്ലോ മൂവിങ് ട്രാഫിക്, ഫാസ്റ്റ് മൂവിങ് ട്രാഫിക്, സൈക്ലിസ്റ്റ്, പെഡസ്ട്രിയൻസ് എക്സെട്ര. അതായത് സിംഗിൾ യൂസിനുള്ളതൊക്കെ നമ്മൾ ഓൾ ടൈപ്പ് ഓഫ് ട്രാഫിക്കുമായിട്ട് ഓക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ കോസ് ട്രാഫിക് കൺജഷൻ. അപ്പോൾ അതൊക്കെയാണ് ട്രാഫിക് കൺജഷൻ്റെ കോസുകൾ എന്ന് പറയുന്നത്. ദെൻ പീപ്പിൾ റെസ്പോൺസിബിൾ ഫോർ ട്രാഫിക് കൺജഷൻ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ്. അതായത് ട്രാഫിക് കൺജഷന് കാരണമാവുന്ന പീപ്പിൾ അത് ഫോളോയിങ് 3 കാറ്റഗറിയിലാണ് വരുന്നത്. ഫസ്റ്റ് വൺ ജനറൽ ട്രാഫിക്, ദെൻ റോഡ് യൂസേഴ്സ്, തേർഡ് വൺ ട്രാൻസ്പോർട്ട് പേഴ്സണൽ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ 3 രൂപത്തിലാണ് പീപ്പിൾ റെസ്പോൺസിബിൾ ഫോർ ട്രാഫിക് കൺജഷൻ അത് വരുന്നത്. ഈ 3 രൂപത്തിലാണ്: ജനറൽ പബ്ലിക്, റോഡ് യൂസേഴ്സ്, ട്രാൻസ്പോർട്ട് പേഴ്സണൽ. First one, general public. It is treated as passive element, but sometimes becomes a major source of certain nuisance to the transportation management. Then second one, road users. This is in the form of vehicular traffic, and trips are made by the owners of vehicles by any suitable mode of transport. Then third one, transport personnel. The planning, designing, operation and management of transportation system are carried out by persons who have expert knowledge on the subject. Persons responsible for traffic congestion are grouped into the 3 types. അതായത് ഫസ്റ്റ് വൺ ജനറൽ പബ്ലിക്, ദെൻ റോഡ് യൂസേഴ്സ്, തേർഡ് വൺ ട്രാൻസ്പോർട്ട് പേഴ്സണൽ. Now we can see what are the disadvantages of traffic congestion. There are some disadvantages for traffic congestion. We can see one by one. First one, it makes the area polluted by undesirable gases. അത് ഒരുപാട് വെഹിക്കിൾസ് ഇങ്ങനെ കൺജസ്റ്റഡ് ആയി നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള എമിറ്റ് ചെയ്യുന്ന ഗ്യാസസ് അത് ആ ഒരു ഏരിയനെ പൊല്യൂട്ടഡ് ആക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആർ ഹയർ. ആക്സിഡൻസിനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ തേർഡ് വൺ, ഡ്രൈവിംഗ് ത്രൂ കൺജസ്റ്റഡ് ഏരിയ ഈസ് ടീഡിയസ്. അതായത് കൺജസ്റ്റഡ് ഏരിയയിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി ടീഡിയസ്. Then fourth one, there is more wear and tear on vehicles and persons who are to spend time sitting idle during the traffic jams. അതായത് വിയർ ആൻഡ് ടയർ ഫോർ വെഹിക്കിൾസ് അതിന് കാരണമാവുന്നുണ്ട്. ദെൻ അതായത് ഡ്രൈവേഴ്സിനൊക്കെ കുറേ ടൈം ഐഡിലായിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ട് ട്രാഫിക് ജാമിൻ്റെ ടൈമിൽ. ദെൻ ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ദർ ഈസ് വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽസ്, പെട്രോൾ, ഗ്യാസലിൻ എക്സെട്ര. ഫ്യൂവലിൻ്റെ വേസ്റ്റേജ് വരുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏരിയ പൊല്യൂട്ടഡ് ആവും. ഒരുപാട് വെഹിക്കിൾസ് എന്നുള്ള എമിറ്റഡ് ഗ്യാസസ് പുറത്ത് വരുന്നത് കൊണ്ട് ഏരിയ പൊല്യൂട്ടഡ് ആവും. ദെൻ ആക്സിഡൻറ്റിനുള്ള ചാൻസുകൾ കൂടുതലാണ്.
ദെൻ കൺജസ്റ്റഡ് ഏരിയ കൂടെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ടീഡിയസ്. ദെൻ വെഹിക്കിൾസിന് വിയർ ആൻഡ് ടിയർ വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവേഴ്സൊക്കെ കുറേ ടൈം ഐഡിലായിട്ട് ഇരിക്കേണ്ടി വരും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽസ്, പെട്രോൾ ആൻഡ് ഗ്യാസോലിൻ, അതിൻ്റെയൊക്കെ വേസ്റ്റേജ്. ദെൻ സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാഫിക് കൺജഷൻ. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ റെമഡീസ് ഫോർ ട്രാഫിക് കൺജഷൻ. കൺജഷനുള്ള റെമഡികളാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അക്കോമഡേറ്റിംഗ് ബസ് സ്റ്റോപ്സ് ഫോർ പബ്ലിക് വെഹിക്കിൾസ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ് അലോങ് ദ റോഡ്. നമ്മൾ ബസ് സ്റ്റോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസുകളിൽ ബസ് സ്റ്റോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അഡോപ്റ്റിംഗ് മീൻസ് ടു സെഗ്രിഗേറ്റ് ദ ട്രാഫിക് ഓഫ് വേരിയസ് കാറ്റഗറീസ്. അതായത് ഓരോ ടൈപ്പ് ഓഫ് കാറ്റഗറികളിലുള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ഓരോ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക. ഓരോ ടൈപ്പുള്ള വെഹിക്കിൾ ഓരോ സ്ഥലത്തു കൂടി പോകുന്നതിന് വേണ്ടിയിട്ട്, അതായത് സെപ്പറേറ്റ് വേസ് ഫോർ ഒരേ ടൈപ്പുള്ള വെഹിക്കിൾസിന് വേണ്ടി ഒരു റൂട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ. ദെൻ അഡോപ്റ്റിംഗ് ദ സിസ്റ്റം ഓഫ് സ്റ്റാഗേർഡ് വർക്കിംഗ് അവേഴ്സ് സോ ആസ് ടു ഹാവ് ബെറ്റർ മാച്ചിങ് ഓഫ് സ്ട്രീറ്റ് കപ്പാസിറ്റി വിത്ത് ട്രാഫിക് വോളിയൂംസ് ജനറേറ്റഡ് ബൈ എംപ്ലോയ്മെൻറ്റ് സെൻറ്റേഴ്സ്. അതായത് സ്റ്റാഗേർഡ് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക. സോ അതിനനുസരിച്ചായിരിക്കുമല്ലോ വെഹിക്കിൾസിൻ്റെ അളവ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് സ്റ്റാഗേർഡ് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ arranging educational methods like lectures, films, etc. to develop public opinion to abide by the traffic rules and regulations. അതായത് ട്രാഫിക് റൂൾസിനെ റെഗുലേഷൻസിനൊക്കെ കുറിച്ചുള്ള ഓരോ എഡ്യൂക്കേഷണൽ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഫിലിംസ് അതൊക്കെ പബ്ലിക്കിന് കൊടുക്കുക. അത് പബ്ലിക്കിനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാഫിക് റൂളുകളെയും റെഗുലേഷൻസിനെ കുറിച്ച് പബ്ലിക്കിനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഫിലിംസ് അങ്ങനത്തെ ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ദെൻ കൺട്രോളിങ് ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് ബൈ മേക്കിംഗ് വൺ വേ സ്കീംസ്. വൺ വേ സ്കീമുകളാക്കിയിട്ട് വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുക. എൻഫോഴ്സിങ് സ്ട്രിക്ട്ലി ദ ട്രാഫിക് റൂൾസ് ആൻഡ് പണിഷിങ് ദ ഡിഫോൾട്ടേഴ്സ്. അതായത് ട്രാഫിക് റൂൾസുകളൊക്കെ സ്ട്രിക്റ്റ് ആക്കുക, അത് പിന്നെ ഫോളോ ചെയ്യാത്തവർക്ക് പണിഷ് ചെയ്യുക. ദെൻ ഫിക്സിങ് ടൈം ആൻഡ് ഏരിയ ഫോർ മൂവ്മെൻറ്റ് ഓഫ് സെർട്ടൺ ടൈപ്പ് ഓഫ് ഫാസ്റ്റ് മൂവിങ് ആൻഡ് സ്ലോ മൂവിങ് വെഹിക്കിൾസ്. ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനും സ്ലോ മൂവിങ് വെഹിക്കിൾസിനും പ്രത്യേക ടൈം ആൻഡ് ഏരിയ ഓഫ് മൂവ്മെൻറ്റ് ഫിക്സ് ചെയ്യാം. ദെൻ പ്രൊഹിബിറ്റിംഗ് പാർക്കിംഗ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ റോഡിൻ്റെ സൈഡുകളിൽ പാർക്ക് ചെയ്യുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. യു ടേൺസ് ഓൺ മേജർ റോഡുകളിൽ പ്രൊഹിബിറ്റ് ചെയ്യുക. ദെൻ പ്രൊഹിബിറ്റിംഗ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ്. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ് ഓൺ സൈഡ് ഓഫ് റോഡ് പ്രൊഹിബിറ്റ് ചെയ്യുക. ദെൻ റിക്വയറിംഗ് പെഡസ്ട്രിയൻസ് ടു ക്രോസ് മേജർ സ്ട്രീറ്റ്സ് അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്. അതായത് പെഡസ്ട്രിയൻ ക്രോസിങ്ങുകൾ അറ്റ് സ്പെസിഫിക് ലൊക്കേഷനുകളിൽ മാത്രം അലോ ചെയ്യുക. സോ ദിസ് ആർ ദ റെമഡീസ് ഫോർ ട്രാഫിക് കൺജഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ട്രാഫിക് കൺട്രോൾ. ദ ഒബ്ജക്ട്സ് ഓഫ് ഹാവിങ് എഫക്റ്റീവ് ട്രാഫിക് കൺട്രോളിംഗ് ഡിവൈസസ് ആർ ആസ് ഫോളോസ്. അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാഫിക് കൺട്രോളിംഗ് ഡിവൈസസിൻ്റെ ഒബ്ജക്ട്സ് അതാണ് പറയുന്നത്. ദെൻ first one, to develop free and rapid flow of traffic on the roads and streets in the town. ടൗണിലുള്ള റോഡുകളുടെയും സ്ട്രീറ്റുകളുടെയൊക്കെ അതിലൊക്കെയുള്ള ഫ്രീ ആൻഡ് റാപ്പിഡ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് ട്രാഫിക് അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കൺട്രോളിംഗ് ഡിവൈസസ് ഹെൽപ്ഫുള്ളാണ്. സോ ഫസ്റ്റ് ഒബ്ജക്ട്സ് ഓഫ് ട്രാഫിക് കൺട്രോളിംഗ് ഡിവൈസസ് ഈസ് ടു ഡെവലപ്പ് ഫ്രീ ആൻഡ് റാപ്പിഡ് ഫ്ലോ ഓഫ് ട്രാഫിക് ഓൺ ദ റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ് ഇൻ ദ ടൗൺ. സെക്കൻഡ് ഒബ്ജക്ട്, ടു പ്രിവെൻറ്റ് ദ റാപ്പിഡ് ഫ്ലോ ഓഫ് from being in danger either to its own units or to the public at large. അതായത് പ്രിവെൻറ്റ് റാപ്പിഡ് ട്രാഫിക് ഫ്ലോ ഫ്രം ബീയിങ് ഇൻ ഡേഞ്ചർ. അതായത് ട്രാഫിക് ഫ്ലോ ഡേഞ്ചർ ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻറ്റ് ദ റാപ്പിഡ് ട്രാഫിക് ഫ്ലോ ഫ്രം ബീയിങ് ഇൻ ഡേഞ്ചർ either to its own units or to the public at large. അതായത് ഡേഞ്ചർ ആവുന്നതിൽ നിന്ന് ട്രാഫിക് ഫ്ലോ ഡേഞ്ചർ ആവുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുക. അതിനാണ് ട്രാഫിക് കൺട്രോളിംഗ് ഡിവൈസസുകൾ സെറ്റ് ചെയ്യുന്നത്. സോ ടു ഒബ്ജക്ട്സ് ഓഫ് ട്രാഫിക് കൺട്രോളിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ഫ്രീ ആൻഡ് റാപ്പിഡ് ഫ്ലോ ഓഫ് ട്രാഫിക് ഓൺ ദ റോഡ്സ് ആൻഡ് സ്ട്രീറ്റ്സ് ഇൻ ദ ടൗൺ ആൻഡ് ടു പ്രിവെൻറ്റ് ദ റാപ്പിഡ് ട്രാഫിക് ഫ്ലോ ഫ്രം ബീയിങ് ഇൻ ഡേഞ്ചർ. ഡേഞ്ചർ ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ മേ ബി എയ്തർ ടു ഇറ്റ്സ് ഓൺ യൂണിറ്റ്സ് ഓർ ടു ദി പബ്ലിക് അറ്റ് ലാർജ് എന്നാണ്
objects of traffic controlling devices. Then traffic control is achieved either by constructive measures or by restrictive measures. നമുക്ക് ട്രാഫിക് കൺട്രോൾ കൺസ്ട്രക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് ഏതിൽ നമുക്ക് എങ്ങനെയും ട്രാഫിക് കൺട്രോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ദെൻ കൺസ്ട്രക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഡിസൈൻ ഓഫ് ജംഗ്ഷൻസ്, നമ്പർ ഓഫ് ട്രാഫിക് ലെയിൻസ്, ലേഔട്ട് ഓഫ് കർവ്സ് എക്സെട്ര. അതാണ് കൺസ്ട്രക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് traffic rules and regulations, traffic signs and signals, etc. And these measures are enforced by the police department of the government. Ultimate aim to have public safety. ഇപ്പോൾ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് മെഷേഴ്സ് അതുവഴി നമുക്ക് ട്രാഫിക് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഡിസൈൻ ഓഫ് ജംഗ്ഷൻസ്, നമ്പർ ഓഫ് ട്രാഫിക് ലൈൻസ്, ലേഔട്ട് ഓഫ് കർവ്സ് എക്സെട്ര. ദെൻ റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, traffic signal and signs, etc. So this is traffic control. Then following are the methods adopted for traffic control. Traffic control അതിനുള്ള methods adopted for traffic control. First one, achieving separation of traffic of conflict in nature like slow and fast, local and through. അത് കോൺഫ്ലിക്റ്റിംഗ് നേച്ചറിലുള്ള ട്രാഫിക്കുകൾ സെപ്പറേറ്റ് ചെയ്യുക. അതായത് കോൺഫ്ലിക്റ്റിംഗ് നേച്ചർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സ്ലോ ആൻഡ് ഫാസ്റ്റ്, അതുപോലെ ലോക്കൽ ആൻഡ് ത്രൂ. അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നേച്ചറിലുള്ള ട്രാഫിക്കിനെ സെപ്പറേറ്റ് ചെയ്യുക. ദെൻ ഇമ്പോസിങ് ഹെവി പെനൽറ്റീസ് ഓൺ ദ ഡിഫോൾട്ടേഴ്സ് ഓഫ് ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ട്രാഫിക് റൂളുകളും റെഗുലേഷൻസും വയലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹെവി പെനൽറ്റികൾ ഇമ്പോസ് ചെയ്യുക. ദെൻ ഇമ്പോസിങ് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഇൻ ദ കേസ് ഓഫ് റോഡ് ഓവർ ബ്രിഡ്ജ്. അതായത് സ്പീഡ് റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക ഇൻ ദ കേസ് ഓഫ് റോഡ് ഓവർ ബ്രിഡ്ജ്. ദെൻ ഇൻസ്റ്റാളിംഗ് ഡിവൈസസ് കൺസിസ്റ്റിംഗ് ഓഫ് സൈൻസ്, സിഗ്നൽസ് ആൻഡ് മാർക്കിങ്സ് പ്ലേസ്ഡ് ഓൺ ഓർ അഡ്ജസൻറ്റ് ടു എ സ്ട്രീറ്റ് ഓർ എ റോഡ് ഫോർ പർപ്പസ് ഓഫ് റെഗുലേറ്റിംഗ്, വാണിംഗ് ഓർ ഗൈഡിംഗ് ദ ട്രാഫിക്. നമ്മൾ ഡിവൈസസുകൾ കൺസിസ്റ്റിംഗ് ഓഫ് സൈന്, സിഗ്നൽ, മാർക്കിങ്സ് അതൊക്കെ ഉള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് ഫോർ റെഗുലേറ്റിംഗ്, വാണിംഗ് ഓർ ഗൈഡിങ് ഓഫ് ട്രാഫിക്. ട്രാഫിക്കിനെ റെഗുലേറ്റ് ചെയ്യാൻ, അതുപോലെ വാൺ ചെയ്യാൻ, അതുപോലെ ഗൈഡ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സം ഡിവൈസസ് ഇൻസ്റ്റാൾ ചെയ്യും. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സൈൻസ്, സിഗ്നൽസ്, മാർക്കിങ്സ് എക്സെട്ര. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് പ്രോപ്പർ ഡിസൈൻ ഓഫ് ജംഗ്ഷൻസ്, പ്രൊവൈഡിങ് ദം വിത്ത് ട്രാഫിക് ഐലൻഡ്സ്, റൗണ്ട് അബൌട്ട്, സബ്വേസ് ഓർ ബ്രിഡ്ജസ്. ജംഗ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാം. ജംഗ്ഷൻസിൽ പ്രൊവൈഡ് വിത്ത് ട്രാഫിക് ഐലൻഡ്സ്, റൗണ്ട് അബൌട്ട്, സബ്വേസ് എക്സെട്ര. നമ്മൾ റൗണ്ട് അബൌട്ടുള്ള ട്രാഫിക് ഐലൻഡുകൾ അങ്ങനത്തെ ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ജംഗ്ഷൻസിനെ ഡിസൈൻ ചെയ്യാം. മേക്കിംഗ് സ്ട്രീറ്റ് വൺ വേ, സ്ട്രീറ്റുകളെ വൺ വേ ആക്കുക. ദെൻ പ്രൊവൈഡിങ് ഗുഡ് വിസിബിലിറ്റി, ഈസി കർവ്സ്, സഫിഷ്യൻറ്റ് വിഡ്ത്സ് ആൻഡ് പാർക്കിംഗ് പ്ലേസസ്. നമ്മൾ ഗുഡ് വിസിബിലിറ്റി, അതുപോലെ ഈസി കർവ്സ്, സഫിഷ്യൻറ്റ് വിഡ്ത്ത് ആൻഡ് പാർക്കിംഗ് പ്ലേസസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. Then regulating turning of vehicles at junctions manually by policemen. അതായത് ടേണിങ്ങിലൊക്കെ മാനുവലി ആയിട്ട് വെഹിക്കിൾസിനെ റെഗുലേറ്റ് ചെയ്യാം. ടേണിംഗ് പോയിന്റുകളിൽ വെഹിക്കിൾസിനെ റെഗുലേറ്റ് ചെയ്യാൻ മാനുവൽ മെത്തേഡ്സ്, എക്സാമ്പിൾ ബൈ പോലീസ്മാൻ, ഇതൊക്കെ ചെയ്യാം. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാഫിക് കൺട്രോളിനുള്ള മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ട്രാഫിക് കൺട്രോൾ. ഓക്കെ. Next topic is road junctions or intersections. Junction or intersection describes all roadway situations where two or more roads meet or cross one another, the same or different elevations. അതായത് ടു ഓർ മോർ റോഡുകൾ സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലിവേഷൻസിൽ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ജംഗ്ഷൻ ഓർ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. The design and layout of road junctions demand consideration from the viewpoint of traffic management because it is very essential to have safety of vehicular traffic and pedestrians at such places. നമ്മളുടെ റോഡ് ജംഗ്ഷൻസിൻ്റെ അല്ലെങ്കിൽ റോഡ് ഇൻ്റർസെക്ഷൻസിൻ്റെ ഒക്കെ ഡിസൈൻ ആൻഡ് ലേഔട്ട് എന്ന് പറയുന്നത് പിന്നെ ട്രാഫിക് മാനേജ്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ലേഔട്ടൊക്കെ ആ ഒരു രൂപത്തിൽ
ഉണ്ടാക്കിയിരിക്കണം. സോ ആസ് ടു റെഡ്യൂസ് ദി ആക്സിഡൻറ്റ്സ് എക്സെട്ര ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് സേഫ്റ്റി ഓഫ് വെഹിക്കുലർ ട്രാഫിക് ആൻഡ് പെഡസ്ട്രിയൻസ് അറ്റ് സച്ച് പ്ലേസസ്. റോഡ് ജംഗ്ഷൻസിൽ അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻസിലൊക്കെ സേഫ്റ്റി ഓഫ് വെഹിക്കുലർ ട്രാഫിക് ആൻഡ് പെഡസ്ട്രിയൻസ് അച്ചീവ് ചെയ്യണം. സോ അതിനനുസരിച്ചുള്ള ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഓഫ് റോഡ് ജംഗ്ഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മൾ ട്രാഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള റോഡ് ജംഗ്ഷൻസ് ആൻഡ് ഇൻ്റർസെക്ഷൻസൊക്കെ ഡിസൈൻ ചെയ്തിരിക്കണം. അതിൻ്റെ ലേ ഔട്ടുകളൊക്കെ അങ്ങനെ നല്ല രീതിയിലായിരിക്കണം. സോ ആസ് ടു റെഡ്യൂസ് ദി ആക്സിഡൻറ്റ്സ് ആൻഡ് ഓൾസോ ടു ഹാവ് സേഫ്റ്റി ഓഫ് വെഹിക്കുലർ ട്രാഫിക് ആൻഡ് പെഡസ്ട്രിയൻസ് അറ്റ് സച്ച് പ്ലേസസ്. The following points are to be noted while designing intersections. ഇൻ്റർസെക്ഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് മീൻസ് ഓഫ് ട്രാഫിക് കൺട്രോൾ. ട്രാഫിക് കൺട്രോൾ മീൻസിൻ്റെ അവൈലബിലിറ്റി. ദെൻ ഡിഗ്രി ഓഫ് ട്രാഫിക് കൺജഷൻ. ട്രാഫിക് കൺജഷൻ്റെ ഡിഗ്രി ഓഫ് ട്രാഫിക് കൺജഷൻ, എത്രത്തോളം ട്രാഫിക് കൺജഷൻ ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഫണ്ട്സ് അവൈലബിൾ. ദെൻ നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് റോഡ്സ് ഓർ സ്ട്രീറ്റ്, എത്ര റോഡുകൾ അല്ലെങ്കിൽ സ്ട്രീറ്റുകളൊക്കെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 or more റോഡുകൾ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് റോഡ്, എത്രമാത്രം റോഡുകൾ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ വോളിയം ആൻഡ് നേച്ചർ ഓഫ് ട്രാഫിക് വോളിയം, ട്രാഫിക്കിൻ്റെ നേച്ചറും. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇൻ്റർസെക്ഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ നോട്ട് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് അവൈലബിലിറ്റി ഓഫ് മീൻസ് ഓഫ് ട്രാഫിക് കൺട്രോൾ, ഡിഗ്രി ഓഫ് ട്രാഫിക് കൺജഷൻ, ഫണ്ട്സ് അവൈലബിൾ, നമ്പർ ഓഫ് ഇൻ്റർസെക്റ്റിംഗ് റോഡ്സ് ഓർ സ്ട്രീറ്റ്സ് ആൻഡ് വോളിയം ആൻഡ് നേച്ചർ ഓഫ് ട്രാഫിക്. So this is road junctions or intersections. Following are the general principles to be observed in the design of intersections. First one, angle of crossing. As far as possible, acute angled junctions should be avoided. Subsidiary roads should be made to meet at right angles to main roads as possible. അതായത് അക്യൂട്ട് ആംഗിൾ റോഡുകൾ ക്രോസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സച്ച് കേസിൽ സബ്സിഡറി റോഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് മെയിൻ റോഡുകളിൽ റൈറ്റ് ആംഗിൾ മീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കുക. അതാണ് ആംഗിൾ ഓഫ് ക്രോസിംഗ്. ദെൻ ക്യാമ്പർ. അറ്റ് ജംഗ്ഷൻസ് ദ ക്യാമ്പർ യൂഷ്വലി അലൗഡ് ഈസ് അവോയ്ഡഡ് ആൻഡ് ആസ് ഫാർ ആസ് പോസിബിൾ ദ ഹോൾ ഏരിയ ഓഫ് ദ റോഡ് ജംഗ്ഷൻ ഷുഡ് ബി ഡൺ ഇൻ വൺ ലെവൽ. അത് യൂഷ്വലി കൊടുക്കുന്ന ക്യാമ്പർ അറ്റ് ജംഗ്ഷൻസിൽ അവോയ്ഡ് ചെയ്യുക. ദെൻ ആ ജംഗ്ഷൻസിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻ വൺ ലെവലിൽ കൊടുക്കാൻ ശ്രമിക്കുക. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ ഓഫ് ദ റോഡ് റൈസ് ചെയ്യുന്നതിനാണ് ക്യാമ്പർ എന്ന് പറയുക. അപ്പോൾ ജംഗ്ഷൻസിലാവുമ്പോൾ ക്യാമ്പറുകൾ അവോയ്ഡ് ചെയ്തിട്ട് ജംഗ്ഷൻസിലുള്ള മൊത്തം ഹോൾ ഏരിയ വൺ ലെവലിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചാനലൈസിങ്. ജംഗ്ഷൻസ് ഷുഡ് ബി പ്രോപ്പർലി ചാനലൈസ്ഡ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ട്രാഫിക് ആർ minimized and lines of flow of traffic are made to cross at right angles or nearly right angles. അതായത് നമ്പർ ഓഫ് കോൺഫ്ലിക്ട്സ് ഓഫ് ട്രാഫിക്സ് അത് മിനിമൈസ് ചെയ്യുക. അതുപോലെ ലൈൻസ് ഓഫ് ഫ്ലോ ഓഫ് ട്രാഫിക് ആർ മെയ്ഡ് ടു ക്രോസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് ഫ്ലോ ഓഫ് ട്രാഫിക്കിൻ്റെ ലൈനുകൾ റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുക. ദെൻ പ്രോപ്പർലി ചാനലൈസ്ഡ് റോഡ് ജംഗ്ഷൻ പെർമിറ്റ്സ് റൈറ്റ് ആക്ഷൻസ് ടു ഡു സ്മൂത്ത്ലി ആൻഡ് റോങ് ആക്ഷൻസ് ഡിഫിക്കൾട്ട്. അത് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആക്ഷൻസ് ഈസി ആയിട്ട് ഡൺ ചെയ്യാൻ കഴിയും. അതുപോലെ റോങ് ആയിട്ടുള്ള ആക്ഷൻസ് ഡിഫിക്കൽട്ടായിരിക്കും. ദെൻ എൻട്രി സ്പീഡ്സ് അറ്റ് ജംഗ്ഷൻസ് ഷുഡ് ബി ഡിസ്കറേജ്ഡ്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രേഡിയൻറ്റ്. ഡിസറബിൾ ടു അവോയ്ഡ് ഗ്രേഡിയൻസ് അറ്റ് ഇൻ്റർസെക്ഷൻസിൽ ഗ്രേഡിയൻസ് അവോയ്ഡ് ചെയ്യുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റോഡ്. ഇഫ് റോഡ് ജംഗ്ഷൻ ഈസ് മെയിൻഡ് ഫോർ major road and local road, the latter should be carried under or over the former by subways or bridges. ജംഗ്ഷൻസിൽ 2 റോഡുകൾ മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജംഗ്ഷൻസ് പറയാം. അപ്പോൾ അവിടെ ഒരു മേജർ റോഡ് ആൻഡ് ലോക്കൽ റോഡ് മീറ്റ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ മേജർ റോഡ് എന്ന് പറയുന്നത് എബോ ദി ലോക്കൽ റോഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ഇമ്പോർട്ടൻസ് ഓഫ് റോഡിനെ ബേസ് ചെയ്തിട്ട്. ദെൻ കർബ്സ് എന്ന് പറഞ്ഞാൽ ടു ഡിമാർക്കേറ്റ് ബിറ്റ്വീൻ ദ റോഡ് ബൗണ്ടറി റോഡ് ബൗണ്ടറിനെയും ഫുട് പാത്തിനെയും ഡിമാർക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കർബ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് റോഡ് ബൗണ്ടറിയും ഫുട് പാത്തുകളും ഡിമാർക്കേറ്റ് ചെയ്യാൻ കർബുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ പെഡസ്ട്രിയൻ ട്രാഫിക്. ജംഗ്ഷൻസ് വിത്ത് ഹെവി പെഡസ്ട്രിയൻസ് ഷുഡ് ബി ഫെസിലിറ്റേറ്റഡ് ദ കർബ്സ് വിത്ത് ഹാൻഡ് റെയിൽസ്. അതായത് ഹെവി പെഡസ്ട്രിയൻസ് ഉള്ള കേസിൽ നമ്മൾ കർബ്സ് വിത്ത് ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ സിംപ്ലിസിറ്റി. അതായത് ജംഗ്ഷൻസ് നമ്മൾ ആസ് സിമ്പിൾ ആസ് പോസിബിൾ അങ്ങനെ ഡിസൈൻ ചെയ്യാം. ദെൻ
വിസിബിലിറ്റി. ഡ്രൈവർ ഫ്രം വൺ റോഡ് ഷുഡ് സീ ദി വെഹിക്കിൾസ് ഓൺ ദി അതർ റോഡ്. അതായത് ഒരു ജംഗ്ഷനിൽ ഒരു റോഡിലൂടെ വരുന്ന വെഹിക്കിളിലെ ഡ്രൈവർക്ക് നെക്സ്റ്റ് ഓപ്പോസിറ്റായിട്ട് വരുന്ന വെഹിക്കിളിനൊക്കെ വിസിബിൾ ആയിരിക്കണം. So these are the principles of intersections.